പ്രകൃതിയിലെ എല്ലാ സൃഷ്ടികളും വ്യത്യസ്തമായാണെങ്കിലും അവയെല്ലാം ഭൂമിയിൽ തുല്യരാണ്. ഈ ചിന്തയാണ് സംവിധായകൻ റാമിനെ പേരൻപ് എന്ന ചിത്രത്തിലേക്ക് എത്തിച്ചത്. 12 അധ്യായങ്ങളിലൂടെ ഒരു അച്ഛന്റെയും മകളുടെയും ജീവിതഘട്ടങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ചിത്രത്തിൽ. ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ റാമിന്റെ തന്നെ ചിത്രമായ തങ്കമീൻകൾ എന്ന ചിത്രത്തേക്കാൾ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെയാണ് പേരൻപ് കടന്നുപോകുന്നത്. സ്പാസ്റ്റിക് പാരാലിസിസ് എന്ന സവിശേഷമായ ശാരീരികവും മാനസികവുമായ അവസ്ഥയിലൂടെയാണ് മമ്മൂട്ടി കഥാപാത്രമായ അമുതന്റെ മകളുടെ യാത്ര. ഇത്തരത്തിലുള്ളവരെ നമ്മുടെ സമൂഹം എന്നും അവഗണിക്കാറാണ് പതിവ്. എന്നാൽ ഈ ചിത്രത്തിലൂടെ നല്ലൊരു സന്ദേശമാണ് റാം സമൂഹത്തിന് നൽകുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ജീവിതം അതിന്റെ എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ റാമിന് കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചിത്രം കാണാനായി ഓട്ടിസം ബാധിച്ച ഒരു കൂട്ടം കുട്ടികളെത്തിയത്. എറണാകുളം കവിതാ തിയേറ്ററായിരുന്നു ഈ അപൂർവ സംഗമത്തിന് വേദിയായത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് എന്ന സംഘടനയാണ് ചിത്രത്തിന്റെ പ്രദർശനം സംഘടിപ്പിച്ചത്. 80ഓളം വരുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരും ആ സ്ക്രീനിങ്ങിനായി അവിടെ എത്തി. കുട്ടികളെ കാണാനായി താരരാജാവ് മമ്മൂട്ടിയും സംവിധായകൻ റാമും സാധനയും തിയേറ്ററിലെത്തിയിരുന്നു. ആ കുഞ്ഞു കുട്ടികൾക്കൊപ്പം മമ്മൂക്ക സമയം ചെലവഴിച്ച ശേഷമായിരുന്നു ചിത്രത്തിന്റെ സ്ക്രീനിംഗ് നടന്നത്. കുട്ടികളോട് സംസാരിച്ചും അവരുടെ വിശേഷങ്ങൾ തിരക്കിയും സെൽഫികൾ എടുത്തും മമ്മൂക്ക അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. താരരാജാവെന്ന ജാടകൾ ഇല്ലാതെയാണ് മമ്മൂക്ക അവരോട് സംവദിച്ചത്. ചിത്രം കണ്ട ശേഷമാകട്ടെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. തങ്ങൾ ഓരോരുത്തരുടെയും കഥയാണ് ആ ചിത്രമെന്നത് അവരുടെ മുഖത്തു നിന്നും നമുക്ക് വായിക്കാമായിരുന്നു. ശ്രീ രാജലക്ഷ്മി ഫിലിംസിന്റെ ബാനറിൽ PL തേനപ്പൻ നിർമ്മിച്ച ചിത്രമാണ് പേരൻപ്. പിതൃസ്നേഹത്തിന്റെ കഥകൾ പറഞ്ഞ നിരവധി ചിത്രങ്ങൾ ഇതിനോടകം നമ്മൾ കണ്ടിട്ടുണ്ട്. വൈകാരിക തലങ്ങൾ കൈകാര്യം ചെയ്ത മറ്റ് പ്രധാനപ്പെട്ട മമ്മൂട്ടി ചിത്രങ്ങളായിരുന്നു അമരവും ഭൂതക്കണ്ണാടിയും. 1991 ഫെബ്രുവരി 1 അമരത്തിന്റെ റിലീസ്. 28 വർഷങ്ങൾക്ക് ശേഷം അതേ ദിനത്തിലാണ് പേരൻപിന്റെ റിലീസ് എന്നതും പ്രത്യേകതയാണ്. സിനിമ സംവിധായകന്റെ കലയാണെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് റാമിന്റെ പേരൻപ്. കാറ്റത് തമിഴ്, തങ്കമീൻകൾ, താരാമണി എന്നീ 3 ചിത്രങ്ങളെക്കാൾ പേരൻപിനെ ഒരു പടി മുന്നിലെത്തിക്കാൻ റാമിന് കഴിഞ്ഞു. ദൃശ്യങ്ങളും സംഗീതവും സംഭാഷണങ്ങളും അഭിനയവും ചേർച്ചയോടെ സൂക്ഷ്മമായി ചേർത്തു വെച്ചിരിക്കുകയാണ് പേരൻപിൽ. ഇതിനൊപ്പം പരിസ്ഥിതിയുടെ ഭിന്നശേഷി വ്യക്തിത്വത്തിന്റെ ലൈംഗിക ന്യൂനപക്ഷ രാഷ്ട്രീയം കൃത്യമായി പറയാനും പേരൻപിന് കഴിഞ്ഞു. ചിത്രത്തിൽ മീര എന്ന ട്രാൻസ്ജെൻഡർ കഥാപാത്രമായെത്തുന്ന അഞ്ജലി അമീർ എന്ന ട്രാൻസ്ജെൻഡർ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മമ്മൂട്ടി എന്ന മഹാനടനെ സംബന്ധിച്ചിടത്തോളം അമരം പോലെയുള്ള വൈകാരിക പ്രാധാന്യമുള്ള സിനിമകളെക്കാൾ അഭിനയ സാധ്യതകൾ ഏറെയുള്ള കഥാപാത്രമായിരുന്നു പേരൻപിലെ അമുതൻ. ഏറ്റവും തന്മയത്വത്തോടെ നാടകീയതയില്ലാതെ അവതരിപ്പിച്ച അമുതന് അമരത്തിലെ അച്ചൂട്ടിയേക്കാളും ഭൂതക്കണ്ണാടിയിലെ വിദ്യാധരനേക്കാളും പ്രത്യേകതകൾ ഏറെയാണ്. യുവൻ ശങ്കർ രാജയെപ്പോലൊരു സംഗീത സംവിധായകന് അച്ഛന്റെ പാതയിൽ നടക്കാൻ കിട്ടിയ അവസരമായിരുന്നു പേരൻപിലെ സംഗീതം. വൈരമുത്തു, കരുണാകരൻ, സുമതിറാം എന്നിവരുടെ കവിത തുളുമ്പുന്ന വരികളാണ് യുവൻ ശങ്കർ രാജയ്ക്ക് ചിത്രത്തിൽ ലഭിച്ചത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.